എൻ്റെ പേര് അനീഷ്. ഇടുക്കി രൂപതയിലെ എർട്ടിയാർ ഫൊറോനയിലെ ബെഥേൽ സെൻറ് ജേക്കബ്സ് ദേവാലയത്തോട് ചേർന്നാണ് ഞങ്ങളുടെ വീടുള്ളത്. ഞാൻ മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിൽ ലാബ് അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുകയാണ്. ഇത് എൻ്റെ ഭാര്യ ടിൻഡു. ഞാനും ഇടുക്കിയിൽ തന്നെ മുരിക്കാശ്ശേരി എന്ന സ്ഥലത്ത് ജിടെക് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ബിസിനസ് സ്ഥാപനം നടത്തുകയാണ്. ഞങ്ങൾക്ക് 5 മക്കളാണുള്ളത്. ഒന്നാമത്തെ ആള് അൽഫോൻസ്, രണ്ടാമത്തെ ആള് ആൻഡ്രിയ, മൂന്നാമത്തെ ആള് അംബ്രോസ്, നാലാമത്തെ ആള് ആൻഡ്രൂസ്, 5ാമത്തെ ആളെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. 7 മാസമായി. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട പപ്പയും അമ്മച്ചിയുണ്ട്. വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ കഴിയുന്നു ഇവിടെ. മൂത്ത മോൻ അൽഫോൻസ്, അവനിപ്പോൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവനാണ് ഞങ്ങളുടെ ടീം ലീഡർ. അൽഫോൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ അവനാണ് ഏറ്റവും മൂത്ത ആള്. അപ്പൊ അവനാ ഒരു ചിന്തയുണ്ട്, എല്ലാ കുഞ്ഞുങ്ങളെയും ഇളയവരുടെ ഏറ്റവും വലിയ മൂത്ത ഒരു സഹോദരനാണ്, മൂത്ത ആളാണ് കൊണ്ട് നടക്കണം എന്നുള്ളൊരു ചിന്ത അവൻ എപ്പോഴും ഉണ്ട്. അവനെപ്പോഴും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ക്യാച്ച് ചെയ്യുന്നതും എല്ലാ കാര്യത്തിലും ഒരു ലീഡറായിട്ട് എല്ലാം നന്നായി ചെയ്യണം എന്നുള്ള ഒരു ചിന്ത അവൻ എപ്പോഴും ഉണ്ട്. രണ്ടാമത്തെ ആള് ആൻഡ്രിയ, അവളാണ് ഞങ്ങളുടെ ക്വീൻ. ഇപ്പോൾ ഉള്ള 3 ആങ്ങളമാർക്ക് ഒരു പെങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവള് പക്ഷെ എന്നാലും അവളൊരു വീട്ടമ്മയുടെ റോള് അവൾ കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. അവളെപ്പോഴും ഇളയ കുഞ്ഞുങ്ങളെയൊക്കെ ആണെങ്കിൽ പോലും സ്വന്തമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ, ഇപ്പം നമുക്ക് എന്തെങ്കിലും അസൗകര്യമാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവള് തന്നെ കൊണ്ടു നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യും. ആള് സൈലന്റ് ആണ്. എപ്പോഴും എല്ലാ കാര്യം നല്ല പക്വതയോടെയും എല്ലാം ചിന്തിച്ചും എല്ലാം നന്നായിട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞാണ് അവള്. അവർക്ക് ഈ പൂക്കള്, മൃഗങ്ങൾ, ഇതൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഇവിടെയുള്ള വളർത്തുമൃഗങ്ങളെ എല്ലാം നോക്കുന്നതും പരിപാലിക്കുന്നതും അവളാണ്. മൂത്തയാള് കുറച്ചുകൂടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പുതുതായിട്ട് വളർത്താനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. മീനൊക്കെ അവൻ വളർത്തുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാത്തിനെയും പരിപാലിക്കാൻ കുറച്ചുകൂടി രണ്ടാമത്തെ ആള്. മൂന്നാമത്തെ ആള് അംബ്രോസ് ആണ്. അവനിപ്പോ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ നല്ല പക്വതയായിട്ട് എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുന്ന ആളാണ്. എല്ലാ കാര്യങ്ങളോടും ഒരു കൃത്യത അവനുണ്ട്. എല്ലാം ഒരു ടൈംലി കാര്യങ്ങൾ ചെയ്യണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതുപോലെ തന്നെ ഒരു എല്ലാ കാര്യങ്ങളോടും ഒരു നല്ല ഗ്രാറ്റിറ്റ്യൂഡ് അവൻ എപ്പോഴും കീപ്പ് ചെയ്യുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അവനെ കുറിച്ച് പറയുവാണെങ്കിൽ അവനും എല്ലാവരേക്കാളും നല്ല ആക്റ്റീവാണ്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇപ്പൊ അവൻ 2ാം ക്ലാസ്സിലാണെങ്കിൽ പോലും അവനെ നമ്മൾ കൂടുതൽ ഒത്തിരി കാര്യങ്ങളൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല. അവൻ തന്നെയാണ് അവന്റെ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തു വരുന്നത്. എല്ലാ കാര്യത്തിലും പുള്ളി നന്നായിട്ട് അവനവന്റെ രീതിയിൽ തന്നെ നല്ല വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും പഠിക്കുകയും എല്ലാ കാര്യങ്ങളും ആൾ സ്മാർട്ടാണ്. 4ാമത്തെ ആൾ ആൻഡ്രൂസ് ആണ്. ആൻഡ്രൂസ് ഞങ്ങളുടെ കുഞ്ഞുവാവയായിട്ട് ഇപ്പോൾ അവനപ്പോൾ 5 വയസ്സാവുള്ളേ. അവൻ LKG ഉള്ളത്. അവൻ ആദ്യമേ അവൻ്റെ കാര്യത്തിന് അവന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വരാൻ താമസം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആ കാര്യങ്ങളിലേക്ക് ഒരു 3 വയസ്സിന് ശേഷമാണ് അവൻ കാര്യമായിട്ട് സംസാരിച്ചു തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ അവൻ, ഞങ്ങൾ ആ സമയത്തൊക്കെ കാര്യമായിട്ട് തന്നെ ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു, അവൻ ഇനിയിപ്പോൾ സംസാരം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. പക്ഷെ തുടർന്ന് തമ്പുരാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നത് കാണുമ്പോൾ എല്ലാ കാര്യങ്ങളോടും വളരെ ഡീറ്റെയിൽ ആയിട്ട് അവൻ കാര്യങ്ങൾ പഠിക്കുകയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും, അതുപോലെ തന്നെ അവന്റെ കെയറിങ് ബാക്കിയുള്ളവരെ, സാധാരണയായിട്ട് മൂത്ത ആൾക്ക് കാണേണ്ട കെയറിങ് ഏറ്റവും ഇളയ ആൾക്കാണ് ഞങ്ങൾ കാണുന്നത്. ആൻഡ്രൂസിനെ കുറിച്ച് പറയുവാണെങ്കിൽ അവനാണ് ഇപ്പോൾ ഉള്ളതിൽ ഞങ്ങൾക്ക് 4ാമത്തെ ആള്. അവൻ 5 വയസ്സേ ഉള്ളൂ. എന്നാൽ പോലും അവന് എല്ലാ കാര്യങ്ങളും ചോദിച്ചും ചിന്തിച്ചും എല്ലാ കാര്യങ്ങളും അവനവന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാറായി. നല്ല സൈലന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞാണ് അവനും. വലിയൊരു കുടുംബം വേണമെന്നുള്ള ഒരാഗ്രഹം വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കാരണം കൂടുതൽ ആളുകൾ ഉള്ളതാണ് കൂടുതൽ സന്തോഷം എന്നൊരു ചിന്ത എനിക്കും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അതേ ചിന്ത തന്നെയാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ടിൻഡുവിനുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി. ഇതൊരു ദൈവിക പദ്ധതിയാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് ഞങ്ങൾ എത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനോടൊരു തുറവി എപ്പോഴും കാണിച്ചിരുന്നു. ആ ഒരു കാര്യത്തിൻ്റെ അകത്തേക്ക് ഞങ്ങൾ മറ്റു കാര്യങ്ങളും പലരും പല കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ജീവിത സാഹചര്യമൊന്നും അത്ര നല്ലതൊന്നും അല്ലായിരുന്നു. എങ്കിൽ പോലും അതിന് കൂടുതൽ മക്കളുണ്ടാകുന്ന കാര്യത്തിന് ഇങ്ങനെയുള്ള ചിന്തകൾ തടസ്സമാവരുന്നൊരു തീരുമാനം ഞങ്ങൾ എടുത്തിരുന്നു. ഞാനും കൂടുതൽ മക്കളെ സ്വീകരിക്കാൻ ഒരുങ്ങിയായിരുന്നു. കൂടുതൽ മക്കളുള്ളപ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷവും എല്ലാം ലഭിക്കുന്നത്. അതെല്ലാം ദൈവത്തോട് നമ്മൾ ഓരോ മക്കളെയും സ്വീകരിക്കുമ്പോഴും ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അതിൽ കൂടുതൽ സന്തോഷം ഞങ്ങൾക്ക് മക്കളെ കാണുമ്പോഴുള്ള സന്തോഷം നമുക്ക് വേറെ ഒരു കാര്യത്തിൽ നമുക്ക് കിട്ടാറില്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് തന്നെ ഇരിക്കുമ്പോഴേക്കും ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഒരു ചെടി നമ്മൾ കൂടുതൽ പരിപാലിക്കുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും പൂക്കളോ ഫലങ്ങളോ ഒക്കെ ഉള്ളപ്പോഴല്ലേ. എന്നെയും അങ്ങനെ കൂടുതൽ നന്നായി തമ്പുരാൻ പരിപാലിക്കാൻ സാധ്യത എന്നിൽ നിന്ന് കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ, കൂടുതലും മക്കളും അങ്ങനെ റിസൾട്ട് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു ഫ്രൂട്ട്സ് ഉണ്ടാകുമ്പോഴാണെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. ഞാനിത് പലപ്പോഴും ഞങ്ങൾ പറയുമായിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നിരിക്കുന്നത്
മക്കളെ സ്വീകരിക്കാൻ കൂടുതൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം അത് ഓരോ സമയത്തും ചിന്തിക്കുന്നുണ്ടായിരുന്നു. കാരണം ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടത്, ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളും, ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ മക്കളുടെ പേരിലാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓരോ മക്കളെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ മക്കളെ സ്വീകരിച്ചതിന് കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് വന്നിട്ടുള്ളത്. പുറകോട്ടേക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ വിവാഹ ജീവിതത്തിന്റെ ഇത്രയും വർഷങ്ങളിൽ ഓരോ മക്കളും ഓരോ ആളുകളും കൂടുന്നതനുസരിച്ചിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ കാര്യങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാതെ മക്കളില്ലാതെ ഇത് ചെലവാക്കാനുള്ള ചെലവ് അഴിക്കാൻ വേണ്ടിയുള്ള മക്കളോ അങ്ങനെയുള്ള കാര്യങ്ങൾ, മക്കളില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമ്പത്ത് കൂട്ടുന്നതോ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ കൂട്ടുന്നതോ തിന്മയാണെന്നൊരു ചിന്ത ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിനൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരു തീരുമാനം എടുക്കും, അടുത്തൊരു കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങാം, അപ്പോൾ തമ്പുരാൻ കൂടുതൽ അനുഗ്രഹിക്കും. അപ്പോൾ ഞങ്ങളുടെ എന്തെങ്കിലും സ്ട്രഗിൾ, ഞങ്ങൾക്ക് കടബാധ്യതകൾ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കടബാധ്യതകൾ കൂടുതൽ മക്കളാകുന്നതനുസരിച്ച് കടബാധ്യതകൾ നീങ്ങിപ്പോക്കേണ്ടായിരുന്നു. കൂടുതൽ അനുഗ്രഹങ്ങൾ, വീടിന്റെ കാര്യങ്ങൾ, ജോലിയുടെ കാര്യങ്ങൾ എല്ലാം അങ്ങനെ പുതുതായിട്ട് ആഡ് ചെയ്ത് വന്നത് മക്കളെ സ്വീകരിച്ചപ്പോൾ തന്നെയാണ്. ദൈവത്തിന്റെ ദാനമാണ് മക്കൾ എന്നൊരു ചിന്ത ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്താനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ നമുക്ക് തരും എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളാകാം എന്നുള്ളതല്ല, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ സാഹചര്യമാകും എന്നുള്ള കുറച്ചൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ എന്ത് പ്രശ്നത്തിനും, അതുപോലെ തന്നെ ഞങ്ങളുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. കാരണം ഈ ഒരുപാട് ആളുകൾക്ക് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ ഭൗതിക സാഹചര്യങ്ങളെ കഴിഞ്ഞും കൂടുതലായിട്ട് അവർക്ക് ശാരീരികമായിട്ട് സാധ്യതകളില്ല. ഒരുപാട് പേർക്ക് കുഞ്ഞുങ്ങളില്ല, അല്ലെങ്കിൽ കൂടുതൽ എണ്ണം കുഞ്ഞുങ്ങൾ ഇല്ലാത്തവരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഞങ്ങളുടെ ഒരു വിളിയാണ് കൂടുതൽ മക്കളെ സ്വീകരിക്കുക എന്നുള്ളതെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ലാസ്റ്റ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന സമയത്ത് മാത്രം ഒരു ചെറിയ മെഡിക്കൽ ഒരു ഗ്യാപ്പ് പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം ഒഴികെ മറ്റുള്ള സമയങ്ങളിലെല്ലാം ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു തമ്പുരാന്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും തമ്പുരാന്റെ ആ ഒരു ഓപ്പൺനെസ് എപ്പോഴും കർത്താവിനോട് കാണിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. കാരണം ഇത് എല്ലാം ശരിയാണെങ്കിൽ കുഞ്ഞുങ്ങളാകാം എന്നുള്ള ഒരു ചിന്ത ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. കുടുംബ പ്രാർത്ഥന ഞങ്ങള് പരമാവധി നമ്മൾ 7 മണിക്ക് തന്നെയാണ് കുടുംബ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. ഇനി എന്തെങ്കിലും എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വരാനുള്ള സമയം പ്രശ്നമാണെങ്കിൽ പോലും എത്ര ലേറ്റ് ആയാൽ പോലും നമ്മൾ കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടേ നമ്മൾ കിടക്കാറുള്ളൂ. പിന്നെ എല്ലാ കുഞ്ഞുങ്ങളും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് പ്രാർത്ഥിക്കാറ്. എല്ലാവരും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും പാട്ട് പാടുകയും ബൈബിൾ വായിക്കുകയും എല്ലാത്തിനും ഓരോരുത്തർക്ക് ഓരോ ഭാഗങ്ങളും, ഒരു ദിവസം ഒരാളാണ് ബൈബിൾ വായിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം അടുത്തയാള്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ കുടുംബ പ്രാർത്ഥനയിൽ അങ്ങനെ മുടക്കം വരുത്താറില്ല. ടിൻഡു വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നയാളാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു നല്ല കെയറിംഗ് ഉണ്ട്. എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ്. നമുക്കും എനിക്കും മക്കൾക്കും കുടുംബത്തിനും പേരൻസിനും എല്ലാവർക്കും നല്ലൊരു മാതൃകയാണ്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കുകയും ഒരു എന്താ പറയുന്ന ഒരു സൈലന്റ് ആണ് ആള്. അങ്ങനെ ഒരു ആൾക്ക് വേണ്ടി ആർഗ്യൂ ചെയ്യോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും നന്നായിട്ട് നോക്കുന്നു, നന്നായിട്ട് സംസാരിക്കുന്നു, എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ്. ഈശോയും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ 3ാമത്തെ ആളാണ് ടിൻഡു വരിക. അതുപോലെ തന്നെ ടിൻഡുവിനോടും അങ്ങനെ തന്നെ പറഞ്ഞു, ഈശോയും നീയും തമ്മിലുള്ള ബന്ധത്തിൽ അടുത്ത ആളാണ് ഞാൻ. അപ്പൊ ഈശോയെ നമ്മൾ 1ാം സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതലും ഹസ്ബൻഡിനെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ കാര്യത്തിലും കെയർ ആണ്. പെണ്ണ് കാണാൻ പോയ സമയത്ത് ഞാൻ എൻ്റെ ഒരു ജീസസ് സുഹൃത്ത് വഴിയാണ് ഈ ഒരു പ്രൊപ്പോസൽ വന്നത്. ഞാൻ ആദ്യമായിട്ട് കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു.
അപ്പം ഒരു വെള്ളമുണ്ടും ഒരു കളങ്കളം പച്ച ഒരു ഷർട്ടും ഇട്ടാണ് വന്നത്. ആള് ബാങ്കിൽ ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് വഴിയരികിൽ നിന്ന് കണ്ടിട്ടൊക്കെയാണ് പിന്നെ കാണാൻ പോയത്. പിന്നെ എന്തെങ്കിലും കാര്യത്തിൽ പിണക്കം ഉണ്ടേ പോലും നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഇന്ന ആളെ അല്ലെങ്കിൽ ഹസ്ബൻഡ് നമ്മളെ ആദ്യം വന്ന് മിണ്ടണം അല്ലെങ്കിൽ ഞാൻ മിണ്ടണം അങ്ങനെ ഒരു ചിന്തയില്ല. ഒരു കാര്യം വന്നാൽ ഒന്ന് മുഖംമാടി കണ്ടാല് എന്റെ മുഖം ഒന്ന് മുറിയെ കണ്ടാൽ എന്താണ് കാരണമെന്ന് അന്വേഷിച്ച് വരാറുണ്ട്. അപ്പോൾ അധികം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പിണക്കം ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മളിൽ ആരെങ്കിലും ക്ഷമിച്ച്, ഇപ്പൊ നമ്മൾ സ്വയം താഴാനായിട്ട് നോക്കും, നമ്മൾ ആരെങ്കിലും ക്ഷമിച്ച് ആ കാര്യങ്ങൾ മുന്നോട്ട് ഈശോയെ മുൻനിർത്തിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ പോവുള്ളൂ. ഞങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും കാര്യത്തിന്റെ പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ എടുക്കുന്ന ഒരു റെമഡി എന്ന് പറയുന്നത് ഒന്ന് കുമ്പസാരിക്കാൻ പോവാം. അപ്പോൾ അവിടെ ഒന്ന് പോയി ഒന്ന് കുമ്പസാരിച്ച് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും കൊണ്ടു നോക്കി വിശുദ്ധ ടിൻഡു, വിശുദ്ധ അനീഷ് എന്നൊക്കെ ഒന്ന് വിളിച്ച് ഞങ്ങളെ അങ്ങനെയൊക്കെ ഒന്ന് പുതുക്കിയെടുക്കുന്നതാണ് ഒരു രീതിയിൽ. അപ്പൊ ഈശോയ്ക്കാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ കൂടുതലും അഡ്ജസ്റ്റ്മെന്റുകളാണ്. ഇപ്പൊ നമ്മുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് തിരുത്താനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിലും ഭേദം നമ്മൾ സ്വയം മാറുക എന്നുള്ളതാണ്. എല്ലാവരും ഒരുമിച്ച് വരുന്ന വളരെ സന്തോഷമാണ്. അങ്ങനെ വേറൊരു വീടെന്ന് ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടും കൂടി ഇല്ല. ഇപ്പൊ ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ടാണെങ്കിലും പരസ്പരം ഞങ്ങൾ കുരിശു വരച്ചാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. സ്വന്തമായിട്ട് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. പോകുന്ന വഴികളിലാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. വിശ്വാസവും അനുദിന ജീവിതത്തിലെ കാര്യങ്ങളും തമ്മിൽ അവർക്ക് ലിങ്ക് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ അവരുടെ മതബോധനം വളരെ വേസ്റ്റ് ആയിട്ട് വരിക. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് 12ാം ക്ലാസ് വരെ എത്തുന്നത് ആളുകൾക്ക് ഒരുപക്ഷെ വിശ്വാസത്തിൽ എന്തുമാത്രം ആഴമുണ്ടെന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഈശോയെ കാണിച്ചു കൊടുക്കാൻ, ഈശോയെ അവർക്കൊന്ന് കണ്ടുമുട്ടാൻ, അവര് എല്ലാ സ്ഥലങ്ങളിലും സ്ലീഹന്മാരൊക്കെ വള്ളത്തെ പോയപ്പോഴും അവർ കരയ്ക്കിരുന്നപ്പോഴും അവര് ജനക്കൂട്ടത്തിനിടയിലായിരുന്നപ്പോഴും ഒക്കെ അവർ ഈശോയെ കണ്ടതുകൊണ്ടാണ്, എല്ലാ ജീവിത സാഹചര്യത്തിലും അവർക്ക് ഈശോയെ കാണാൻ പറ്റിയതുകൊണ്ടാണ് അവരുടെ ലൈഫിൽ അവർ ഈശോയെ ഉപേക്ഷിക്കാതിരുന്നത്. കുഞ്ഞുങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ടാണ് വളരുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഓരോ കുഞ്ഞിലെ ഉണ്ടായി കഴിഞ്ഞ് അവരുടെ ഓരോ ചലനങ്ങളും അവരെല്ലാം നമ്മളെ കണ്ടു മാത്രമാണ് വളരുന്നത്. കാരണം നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യം ഉണ്ടായിട്ട് കുഞ്ഞ് അതേപോലെ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈശോയോട് പ്രാർത്ഥിച്ച്, നമുക്ക് ചിലപ്പോഴും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെടേണ്ടതൊക്കെ വന്നിട്ടുണ്ടാവും. എങ്കിലും നമ്മളത് കഴിവതും മാക്സിമം നമ്മളത് പരിശ്രമിച്ച് ഈശോയിൽ വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും നമ്മളൊരു സൗണ്ട് കുറച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മളത് സ്വയം തിരുത്താറുമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും തനിയുള്ള യാത്രകൾ ഞങ്ങൾ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ചും റെഗുലറായിട്ട് നടക്കുന്ന എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടി വരുമ്പോഴൊക്കെ മക്കളെ സ്കൂളിൽ വിട്ടതിന് ശേഷമൊക്കെ ഞങ്ങൾ അങ്ങനെ ട്രിപ്പ് പോകാറുണ്ട്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട്, ഞങ്ങളുടേതായിട്ടൊരു സമയം ഞങ്ങൾ കണ്ടെത്താറുണ്ട്. പുറത്ത് നോർത്തിലേക്കും അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു ഇന്റിമസി കൂടുതൽ വളർത്തിയിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യണമെന്നുണ്ട്. പക്ഷെ മക്കളെ കൂട്ടിയോ മക്കളെ കൂട്ടാതെയോ ഒക്കെ ആയിട്ട് യാത്രകൾ എപ്പോഴും ഞങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്. കപ്പിൾ ടൈം നമുക്ക് ശരിക്കും അത്യാവശ്യമുള്ള കാര്യമാണ്. ഞാൻ മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഹസ്ബൻഡ് ഞാൻ എൻ്റെ കൂടെ കൂടാറുണ്ട്. മക്കളാണെങ്കിലും അവരെയും കൊണ്ട് ഓരോ കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഇപ്പോൾ ആണുങ്ങളോ പെണ്ണുങ്ങളോ അവർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു ചിന്തയില്ല. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒരു ലിമിറ്റേഷൻ വയ്ക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്താണ്. അപ്പം അതിനിടയ്ക്ക് ഞങ്ങൾ കപ്പിൾ ടൈമായിട്ട് ഞങ്ങൾ തന്നെ സംസാരിക്കാനുള്ള സമയം കണ്ടെത്താറുണ്ട്. പലപ്പോഴും നമ്മൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിശ്വാസ വീതിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. ഇന്നിൻ്റെ സാഹചര്യത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെയും മാറ്റുന്നില്ലെങ്കിൽ യുവജനങ്ങൾ നല്ല പ്രായമായവരും നമ്മുടെ പള്ളിയിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോകുമെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് യുവജനങ്ങളുടെ കൂട്ടത്തിൽ നടക്കുമ്പോഴൊക്കെ അവർക്ക് കുറച്ചുകൂടി താല്പര്യമുള്ള കാര്യങ്ങളിലേക്ക് നമ്മളുടെ വിശ്വാസത്തെ ഇന്നിൻ്റെ രീതിയിലേക്ക് പുനരവതരിപ്പിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്. ഇപ്പോൾ പ്രയർ മീറ്റിംഗ് കൂടുന്നത് പള്ളി അകത്ത് തന്നെ വേണം എന്നൊരിക്കലും അങ്ങനെ ഒരു ചിന്ത ഞാൻ വെച്ച് പുലർത്താറില്ല. ഇപ്പോഴത്തെ ജനറേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ജീവിതമാണ്. നമ്മൾ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്, അങ്ങനെ ഒരു ചിന്തയാണ്. പക്ഷെ എനിക്ക് ശരിക്കും അങ്ങനെയല്ല തോന്നാറുള്ളത്. കാരണം കുഞ്ഞുങ്ങൾ കൂടുതലുണ്ടാവും തോറും നമുക്ക് സന്തോഷം കൂടുതലാണ്, അവരുടെ കളിയും ചിരിയുമല്ല. അതോടൊപ്പം തന്നെ നമ്മുടെ പേരൻസും
എല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്യാനും പറഞ്ഞു തരാനും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ശ്രദ്ധിക്കുന്നതും കൊണ്ടു നടക്കുന്നതും എല്ലാം നമുക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. ഭാര്യയ്ക്കൊരു ജോലി ഭർത്താവിനൊരു ജോലി എന്നൊരു ചിന്ത പലപ്പോഴും തെറ്റാണെന്ന് ഞാൻ കരുതാറുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ജോലികളും ഇപ്പോൾ തറ തുടയ്ക്കുന്നത് മുതൽ ഭക്ഷണം പാകം ചെയ്യുന്നത് മുതൽ കുട്ടികളെ നോക്കുന്നത് മുതൽ ഡ്രസ്സ് കഴുകുന്നത് ഡ്രസ്സ് തേക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഞാനും ചെയ്യാറുണ്ട്. ഞാൻ കൂടാറുണ്ടെന്നുള്ളതല്ല, പക്ഷേ ഒരു സമയത്ത് ഒരുപക്ഷെ ഞാനായിരിക്കാം ഒരു ദിവസം വീട് നോക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുന്നതോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോ അവർക്ക് വേണ്ടി ബാങ്കിൽ പോകുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ പോകുന്നതൊക്കെ എൻ്റെ ജോലിയാണ്, അതൊന്നും ടിൻഡു ചെയ്യേണ്ട എന്ന് വിചാരിക്കാറുണ്ട്. ടിൻഡു ആ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊരു ഇന്ന ജോലി എന്ന് തിരിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടുപേരും എല്ലാ ജോലികളും ചെയ്യുമ്പോഴാണ് മക്കളും ആ രീതിയിലാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഞങ്ങൾക്ക് മൂത്ത മോന് ഒരാളുണ്ടായിരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ശരിക്കും നമ്മളൊരു ഫോൺ കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ചിന്തിച്ച എല്ലാ കാര്യങ്ങളും അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഫോൺ കൊടുത്ത് എങ്ങനെയും കഴിപ്പിച്ച് ബാക്കി കാര്യങ്ങൾ. പക്ഷേ പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് എന്ന് വെച്ചാൽ പിന്നെ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടേ ഇല്ല. കാരണം അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറഞ്ഞും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ പോലും ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാണ് പോകുന്നത്. ക്രിസ്തുവിൻ്റെ സുവിശേഷം ഒരിക്കലും വ്യക്തിപരമല്ലായിരുന്നെന്നാണ് ഞാൻ കരുതുന്നത്. ഒരുമിച്ച് വരുമ്പോഴാണ്, ഫെലോഷിപ്പാണ് പ്രത്യേകിച്ചും ജീസസിൻ്റെയൊക്കെ പില്ലറായിട്ടുള്ള ഫെലോഷിപ്പ് വിശ്വാസത്തിൻ്റെ കാര്യത്തിന്, വിശ്വാസ പരിശീലനം, വിശ്വാസം ജീവിക്കുന്ന കാര്യത്തിന് ഏറെ സഹായമാകുന്നതാണ്. ഒരിക്കലും ഒറ്റയായിട്ട് നിന്ന് ചിലർക്ക് അങ്ങനെ ഒരു വിളിയുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഒരു ഗ്രോത്ത് അങ്ങനെയാണെങ്കിൽ പോലും കൂടുതൽ ആളുകൾക്കും മജോറിറ്റി ആളുകൾക്കും ഒപ്പത്തിനൊപ്പം വളരുമ്പോഴാണ് അവരെ എല്ലാവരും ഒരുപോലെ വളരുന്നത്. അതുകൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തനങ്ങൾ ഇപ്പോൾ GCUത്ത് ആണെങ്കിലും KCUM പോലുള്ളതാണെങ്കിലും CLC പോലുള്ളതാണെങ്കിലും ഒക്കെ സംഘടനകൾ അങ്ങനെ യുവജനങ്ങൾക്ക് ഒരുമിച്ച് വരാനും പങ്കുവയ്ക്കാനുമുള്ളൊരു വേദിയായിട്ട് വരുന്നുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തെയൊക്കെ യുവതികൾക്ക് എതിർപ്പാണ്. കാരണം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ 5 മക്കളുടെ അമ്മയാണിപ്പോൾ. ദൈവത്തിൻ്റെ ഒരു ആശ്രയം, ദൈവത്തിൻ്റെ ഒരു കരുതൽ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ദൈവാശ്രയ ബോധത്തോടെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തെ എപ്പോഴും കൂട്ടുപിടിച്ച് ജീവിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ മക്കളും നമ്മുടെ ഫാമിലി ലൈഫും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. യങ് ഏജിൽ തന്നെ വിവാഹം കഴിക്കുന്നതാണ് നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു മനുഷ്യ രാശിയുടെ തന്നെ നിലനിൽപ്പ് ഈ വിവാഹ പ്രക്രിയയിൽ അല്ലെങ്കിൽ അവരുടെ മക്കളുണ്ടാകുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്, അതിൻ്റെ പ്രത്യുൽപാദന കാര്യത്തിലാണ് ഉള്ളത് നമുക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ഈ ഒരു ലക്ഷ്യം മറന്നിട്ടാണ് പലപ്പോഴും ഇന്ന് ഈ യുവജനങ്ങൾ ശ്രദ്ധിക്കുന്നത്. അവരുടെ ലക്ഷ്യം മറ്റെന്തൊക്കെയാണ്. കാരണം വെച്ചാൽ കൂടുതൽ ഏൺ ചെയ്യുന്നത്, കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അസറ്റ് ബേസ് ഒക്കെയാണ് അവർ ചിന്തിക്കുന്നത്. മനുഷ്യൻ്റെ ലൈഫിൻ്റെ ലക്ഷ്യം അതാണ്, എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ സ്വരുക്കൂട്ടുക, ഇതൊക്കെയാണെന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നങ്ങളെന്ന് ഞാൻ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുവജനങ്ങളോട് അവർ എന്തുണ്ട് എന്നുള്ളതല്ല, ജോലിയുള്ള ആളാണെങ്കിൽ ജോലി ഇല്ലാത്ത ഒരാളാണ് ചേരുക എന്ന് ഞാൻ കരുതാറുണ്ട് പലപ്പോഴും. എന്തെങ്കിലുമൊക്കെ വരുമാനം വേണം. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ജോലി കൊണ്ട് ജീവിച്ചു പോകാൻ പറ്റുന്നില്ല, മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. എല്ലാം സെറ്റായതിനു ശേഷം കല്യാണം കഴിക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സ് മറ്റൊരു രീതിയിലേക്ക് ആയി കാണും. ഞാൻ സൗന്ദര്യത്തെക്കുറിച്ച് അങ്ങനെ ബോധേഡാവാറില്ല. കാരണം നമുക്കിപ്പോൾ എനിക്ക് ശാരീരികമായിട്ട് അങ്ങനെ ഇപ്പം പ്രസവങ്ങൾ നടന്നിട്ട് ഒരു കുഴപ്പങ്ങളോ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ശരീരം വണ്ണം വയ്ക്കുമെന്നോ അല്ലെങ്കിൽ മെലിഞ്ഞു പോകുമെന്നോ അങ്ങനെ ഒരു ചിന്തയെപ്പറ്റി ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാം നമുക്ക് ദൈവം തരുന്ന ദാനമാണല്ലോ. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നു, അതനുസരിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുന്നു. അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഘടന എങ്ങനെയാണ്, അങ്ങനെ ഒരു ചിന്ത ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഒരു GCUത്ത് ആകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആകുക എന്നുള്ള വിളിയാണെന്നുള്ള ഒരു ചിന്ത വന്നു. ഒരു സാഹചര്യത്തെ നോക്കി കാണുമ്പോൾ അതിനെ ക്രിസ്തു എങ്ങനെയായിരിക്കും നോക്കി കാണാൻ പോകുക. ഒരു ക്രിസ്തു ആകാനാണ് എൻ്റെ വിളി. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയതിനു ശേഷവും ഞാൻ ചിന്തിക്കുന്നത് ഇന്ന സാഹചര്യത്തിൽ ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ, ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പിള്ളേരോട് നിൽക്കുമ്പോൾ ഈശോ എന്നിലൂടെയാണ് നിൽക്കുന്നത്, ഈശോയുടെ കൈയും കാലുമാണ് ഞാൻ എന്നുള്ള ഒരു ചിന്ത വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് ഇടപെടാനും മറ്റുള്ളവർക്ക് മുമ്പിൽ നിൽക്കുമ്പോഴൊക്കെ ഈ ഒരു ക്രിസ്തു അനുഭവം അത് കുറച്ചുകൂടി കുറച്ചുകൂടി ഒരുപക്ഷെ നല്ലൊരു കുറച്ചുകൂടി ഒരു വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും. ഒരു സാഹചര്യത്തിൽ വളരെ സൈലൻ്റ് ആയിട്ടൊരു സാഹചര്യത്തിൽ കുറച്ചുകൂടി നമ്മളൊന്ന് ഇടപെടുന്നതായിരിക്കാം. ഒരാളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കാര്യമായിട്ടൊന്ന് പ്രതീക്ഷിക്കാതെ കടന്നു ചെല്ലുന്നതായിരിക്കാം. ചിലപ്പോൾ ഒന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ഒന്ന് മിണ്ടാതെ ഒഴിവാകുന്നതായിരിക്കും. ഇതെന്താണെങ്കിലും എന്തായിരിക്കും ക്രിസ്തു അവിടെ റോൾ എടുക്കാൻ സാധ്യതയെന്നാണ് ഞാൻ ചിന്തിക്കാറ്.
സോഷ്യൽ മീഡിയ ഞങ്ങൾ ഓഫീസ് കാര്യങ്ങൾക്കായിട്ട് എന്തായാലും ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ വയ്യ എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്ക്രീൻ ടൈം ഞങ്ങൾക്ക് പൊതുവെ കൂടുതലാണ്. പക്ഷെ അത് ഞങ്ങൾ പരമാവധി വീട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ തീർക്കാറുണ്ട്. പക്ഷേ ആ ഒരു കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയ ഒന്നും ഞങ്ങൾ വേണ്ടെന്ന് വെക്കുന്നില്ല. ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മിക്കപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളായിട്ട് കൂടുതൽ ആളുകളുമായിട്ട് ബന്ധപ്പെടേണ്ടതുകൊണ്ടും അവരുടെ സ്റ്റാറ്റസ് ഒക്കെ കാണുന്നതുകൊണ്ടും കുറച്ച് സമയമെങ്കിലും അതിനുവേണ്ടി മാറ്റി വയ്ക്കാറുണ്ട് എല്ലാ ദിവസവും. പക്ഷെ അതൊരു ലിമിറ്റഡ് ആകാൻ ഞങ്ങൾ നോക്കാറുണ്ട്. കുട്ടികളുമൊത്തുള്ള സമയത്തിന് ഞങ്ങൾ അതൊരു മിക്കപ്പോഴും മാറ്റി വയ്ക്കുന്ന ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഫേസ്ബുക്ക് ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഉപയോഗിക്കേണ്ട സമയത്ത് ആവശ്യത്തിന് മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. മക്കളുള്ള സമയത്ത് ഇപ്പൊ അവരോട് ഒന്നിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കൂടുതൽ സംസാരിക്കാനൊക്കെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗം കുറവാണ്. മക്കൾക്കൊരു നിയന്ത്രണം വെച്ചിട്ടില്ല. അവര് ഞങ്ങളുടെ ഫോണിന് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഒരു സ്ക്രീൻ ലോക്കാണുള്ളത്. അത് പോക്കറ്റിൽ നിന്നൊക്കെ തനിയെ കോൾ പോകാതിരിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത് മക്കളും അറിഞ്ഞു പോകുന്ന രീതിയാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഞങ്ങൾ ഗാഡ്ജറ്റ്സ് ഒന്നും അവർ ഡിനൈ ചെയ്തിട്ടില്ല. പക്ഷെ അവർക്കൊരു ഒപ്പം തന്നെ അവർക്ക് മറ്റ് ആക്ടിവിറ്റീസും കൂടെ ഞങ്ങൾ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്ക്രീൻ ടൈം അധികം വരാത്ത രീതിയിൽ അവരെ എൻഗേജ് ചെയ്യിക്കാനാണ് ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. അവരെന്താണ് കാണുന്നതെന്നുള്ള കണ്ടന്റ് ഞങ്ങൾ വാച്ച് ചെയ്യാറുണ്ട്. പക്ഷെ അവർ പിന്നീട് ഹിസ്റ്ററി നോക്കാറുണ്ട്. അല്ലെങ്കിൽ അവർ കാണുന്നതൊപ്പം തന്നെ ഹൈഡ് ചെയ്ത് അവർ കാണാതിരിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കായിട്ട് അവർക്ക് പബ്ലിക്കായിട്ട് ഞങ്ങളുടെ ലിവിംഗ് റൂമിലോ ഡൈനിങ് റൂമിലോ എവിടെയെങ്കിലും ഇരുന്ന് അത് ഉപയോഗിക്കുന്നത് ഞങ്ങൾ ഒരു റെസ്ട്രിക്ഷൻ ഇതുവരെ വെച്ചിട്ടില്ല. മക്കൾ കൂടുതലും അവരുടെ കാര്യങ്ങൾ പഠനം എല്ലാം കഴിഞ്ഞിട്ട് കൂടുതൽ ആക്ടിവിറ്റീസ് അവർക്കിപ്പോൾ സൈക്കിൾ ചവിട്ടാനോ അല്ലെങ്കിൽ മൃഗങ്ങളെ പരിപാലിക്കാനോ ചെടി നനയ്ക്കാൻ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്ന സമയത്താണ് അവർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. അത് എന്നിരുന്നാൽ പോലും ഇപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ക്രിയേറ്റിവിറ്റിയാണ്. അവരിപ്പം ഡ്രോയിങ്സ് താല്പര്യമുള്ളവരുണ്ട്, അപ്പം അത് ഡ്രോയിങ്സ് വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ഫുട്ബോള്, പിന്നെ ഇതുപോലെ റീൽസ്, മറ്റേ ബസ്സുകൾ, അങ്ങനെ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് എടുത്ത് അവർ മാക്സിമം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. എന്നാൽ പോലും വേണ്ട കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്. അവരെന്താണ് കാണുന്നത്, എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. കൂടുതൽ അമിതമായിട്ടൊന്നും അവരങ്ങനെ ഉപയോഗിക്കാറില്ല. സെയിം ക്ലാസ്സുകളിൽ തന്നെയാണ് അവര് കാറ്റഗിസവും ഫോളോ ചെയ്യുന്നത്. കാറ്റഗിസത്തിന് അവര് പരമാവധി ഞായറാഴ്ചകളിൽ അതങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വളരെ റെയറായിട്ട് മാത്രം ഇതിനിടയ്ക്ക് മുടങ്ങിയിട്ടുള്ളൂ. ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലും ഈ കാറ്റഗിസത്തിന് പ്രാധാന്യം അത് കട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ അനുവദിക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ കാറ്റഗിസത്തിനാണെങ്കിലും ഫുൾ മാർക്ക് വാങ്ങിക്കണം എന്നുള്ള കാര്യം, അത് വെറുതെ അറ്റൻഡ് ചെയ്താൽ പോരാ എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവരോട് നിർബന്ധം പിടിക്കാറുണ്ട്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് അങ്ങനെ ഒരു സാധ്യതയല്ല, അതിന് ഫുൾ മാർക്ക് തന്നെ വാങ്ങണം എന്ന് പറയാറുണ്ട്. മറ്റേ അക്കാഡമിക്സ് ലെവലത്തിലാണെങ്കിൽ പോലും കാറ്റഗിസത്തിന്റെ കാര്യത്തിന് അവരോട് കൃത്യമായിട്ട് പറയാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന കാര്യത്തിനും ഞങ്ങൾ ഉറപ്പ് വരുത്തുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും തന്നെ ഒരുമിച്ച് പള്ളിയിൽ പോകാറുണ്ട്. ഇളയാൾ ഒരു പക്ഷേ ഉറക്കം കൂടുതലൊക്കെ വേണ്ടതുകൊണ്ട് ആളെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ഞങ്ങൾ പള്ളിയിൽ പോകുന്നു. പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാലും അവർക്ക് കുറച്ച് കാറ്റഗിസം പ്രാക്ടീസ് ഉണ്ട്. അവർ ഡെയിലി ഒരു വചനം പഠിക്കാനായിട്ട് അവരോട് പറയുന്നുണ്ട്. ആ വചനം എഴുതി അവരുടെ ഡയറിയിൽ എഴുതി ഞങ്ങളെ പറഞ്ഞു കേൾപ്പിക്കണം. അത് പിന്നീട് ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പം ആ വചനം വെച്ച് അവർ പ്രാർത്ഥിക്കണം. കിടക്കാൻ പോകുന്നതിന് മുമ്പ് കുട്ടികൾ തന്നെ, ഞങ്ങൾ 7 മണിക്കാണ് കുരിശ് വരയ്ക്കുന്നതെങ്കിൽ ലാസ്റ്റ് ഭാഗം കുട്ടികളുടെ പ്രാർത്ഥന ഞങ്ങൾ 9 മണിക്കത്തേക്ക് മാറ്റും. എന്നിട്ട് അവരെ തനിയെ അത് പ്രാർത്ഥിക്കാനായിട്ട് വയ്ക്കും. അപ്പോൾ അവർ 4 പേരോട് ഒരുമിച്ച് കിടക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ ആ പാട്ട് പാടി അവർക്കൊരു പ്രെയർ ഉണ്ട്, ഫാമിലി പ്രെയർ ഉണ്ട് അവർക്ക് കോമൺ ആയിട്ട്. ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടാണ് കിടക്കുക. അപ്പം ഇന്ന് ചെയ്യണം എന്ന് നിർബന്ധം വെക്കാറില്ല. അവർ പള്ളിയിൽ പോകാൻ ഒരാൾ ടയർഡാണെങ്കിൽ ഞങ്ങൾ അവരോട് ഒരു സജഷൻ പറയും, പള്ളിയിൽ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. ടയർഡാന്ന് പറഞ്ഞാൽ ഓക്കെ, അവർക്ക് ടയർഡാന്ന് പറയുന്ന ദിവസങ്ങൾ ഞങ്ങൾ വൈകുന്നേരത്തേക്ക് കുർബാന മാറ്റാറുണ്ട്. അപ്പം അങ്ങനെ തന്നെ നമ്മൾ അവരുടെ ഒരു വഴിക്ക് പോയി ഇതൊരു നിർബന്ധ ബുദ്ധിയാ ചെയ്യിക്കാൻ ഞങ്ങൾ ഒരിക്കലും ശ്രമിക്കാറില്ല. ഞങ്ങൾക്ക് ഇതുവരെ ഒരു മിഷൻ യാത്ര ഒരു കുറച്ച് ദിവസം എടുക്കുന്ന ഒരു മിഷൻ യാത്രയ്ക്ക് ഞങ്ങൾക്ക് ഇതുവരെ സാഹചര്യം കിട്ടിയിട്ടില്ല. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ കുറച്ചുകൂടി ഇങ്ങനെ ഒരു കാര്യങ്ങളായിട്ട് വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി പോകാനായിട്ട് പറ്റുന്നുണ്ടായില്ല. പക്ഷെ കുട്ടികൾക്ക് നമ്മളുടെ ജീവിത പ്രോഗ്രാംസ് മിക്കവാറും ഉള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവർക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലിയ പ്രോഗ്രാമുകൾ തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൾച്ചറൽ എക്സ്ചേഞ്ച് പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ കുട്ടികളെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അവരുമായിട്ട് സമയം ചെലവഴിക്കാനും ഒക്കെ. അതുപോലെ തന്നെ മിഷനിൽ നിന്ന് വരുന്ന ആളുകളുമായിട്ടുള്ള അവരുടെ ഒരു ഇൻട്രാക്ഷൻ, അച്ഛന്മാരൊക്കെ അങ്ങനെ പോയിട്ട് വന്നാൽ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനും മിഷൻ സ്ഥലത്തുള്ളവരെ കുറിച്ചുള്ള ഞങ്ങൾ ബോധപൂർവ്വം തന്നെ അവരോട് ഇങ്ങനെ കാര്യങ്ങൾ പറയാനും അവരുടെ ചർച്ച ചെയ്യാനും ഒക്കെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ജീസൂത്തിന്റെ ഫാമിലി സ്ട്രീമിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആലപ്പുഴയിൽ മിഷൻ പ്രവർത്തനമായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെയുള്ള ഹൗസുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ 2 പേരെ ഉള്ളായിരുന്നു, അവരെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അവരോട് ഇങ്ങനെ മിഷൻ യാത്രകളെ കുറിച്ചും ഒക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും 5 പേരെയും കൊണ്ട് ഞങ്ങൾക്ക് ഒരു മിഷന് പുറപ്പെടണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്.
ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് രണ്ടുപേരും മക്കളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ കാണുന്ന പലർക്കും ഭയങ്കര അത്ഭുതമായിട്ടാണ് അവര് ചിലപ്പോൾ നമ്മളോട് ചോദിക്കാറ്, എങ്ങനെ ഇത്രയും മക്കളെയും കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു. ഞങ്ങളിപ്പോ ഒരാളെ തന്നെ നോക്കി അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ അവർ പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ ഒരു സ്ട്രഗിൾസ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ മൂത്തയാളെ നോക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ നോക്കുന്ന കാര്യമേ നമുക്ക് വരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഓൾറെഡി ഇളയ ആൾക്കാരെ നോക്കി അവരെ കണ്ട് ആ രീതിയിലാണ് പോകുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സ്ട്രഗിൾസേ ഇല്ല. ഇനി എന്തെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതെല്ലാം ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അതെല്ലാം മറക്കും. അപ്പൊ അങ്ങനെ കുഴപ്പമില്ല. ദൈവാനുഗ്രഹത്താൽ ഇതുവരെയും ഒരു രോഗമായിട്ട് ആശുപത്രി പോകേണ്ടതായിട്ടോ അങ്ങനെയൊന്നും ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ജലദോഷമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യം ഞങ്ങൾ അതിനെപ്പറ്റി ബോധർ ചെയ്യാറില്ല. ഒന്ന്, കുട്ടികളെ ഒരു ഞങ്ങൾ ആയിരിക്കുന്ന രീതിയിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്യാൻ എപ്പോഴും നോക്കാറുണ്ട്. അതിൻ്റെ അകത്ത് ഞങ്ങളൊരു റെപ്യൂട്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാറില്ല. ഞങ്ങൾ എന്താണോ ആ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്തെങ്കിലും ഞങ്ങൾ കുറച്ച് അവരോട് പറയാറുണ്ട്, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറയാറുണ്ടെങ്കിലും അവർക്കൊരു റെസ്ട്രിക്ഷൻ കൊടുക്കാറില്ല. നവദമ്പതികളോട് തീർച്ചയായിട്ടും പറയാനുള്ളത്, ഇതൊരു വലിയ അനുഗ്രഹത്തിന്റെ വേദിയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. ധൈര്യമായിട്ട് മുമ്പോട്ട് വരിക എന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതലും കാണുന്ന ആളുകൾ ഒന്നെങ്കിൽ അവരുടെ കല്യാണം വളരെ നാളുകളിലേക്ക് നീട്ടിവെക്കുന്നു, കുറച്ച് പ്രായമായി കഴിഞ്ഞിട്ട് ചെയ്യുന്നു. കൂടുതലും ആളുകൾ കല്യാണമേ വേണ്ടെന്ന് വെക്കുന്നു. അവർക്ക് സിംഗിളായിട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു സന്തോഷവും ഫ്രീഡവും ഒക്കെ അവർ കൂടുതലായിട്ട് പറയുന്നു. എന്തൊക്കെ അങ്ങനെ ഒരു കാര്യമാണോ, അവർ റിസ്ക് ആയിട്ടാണ് പറയും. പക്ഷെ ഇത് ഒരിക്കലും ഒരു റിസ്ക് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടേ ഇല്ല. പേഴ്സണലി എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ അതൊരു ഞാനാകുന്ന വ്യക്തി ഒരു മച്യൂരിറ്റിയിലേക്ക് വരാൻ, എൻ്റെ ഭാര്യ എൻ്റെ ഒപ്പം വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ചുകൂടി സോഫ്റ്റ് ആയത്. എൻ്റെ മക്കൾ വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ചുകൂടി ഫ്രീഡത്തിൽ ആകാൻ തുടങ്ങിയത്. ഇന്ന് ഞാൻ എന്താണോ എന്നെ ഫോം ചെയ്തത് എൻ്റെ ഈ ഒരു ഫാമിലിയാണ്. അതൊരിക്കലും ഒരു റിസ്ക് ആണെന്ന് വിചാരിക്കുന്നത് തെറ്റാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ദൈവം നമുക്ക് നൽകുന്നതാണ് നമ്മുടെ മക്കളെ. അപ്പൊ അവരെ നന്നായി നോക്കുക, നന്നായി പരിപാലിക്കുക. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒരു സന്തോഷം നൽകുന്നത് നമ്മുടെ മക്കളാണ്. അവരെ വളർത്താനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരും. അപ്പൊ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് നല്ല മക്കളായി ജീവിക്കാനായിട്ടാണ് പറയാനുള്ളത്.